നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം ചട്ടമ്പിസ്വാമികൾ 3ഉം 4ഉം. ഈ പാഠഭാഗത്തിൽ നിന്ന് പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് നാം നോക്കുന്നത്. പാഠത്തിലേക്ക് കടക്കാം. പേജ് നമ്പർ 31. ഈ സന്ദർഭത്തിൽ കുഞ്ഞൻ പിള്ളയ്ക്ക് തിരുവനന്തപുരത്ത് പുതിയൊരു താവളം ലഭിച്ചു. കുഞ്ഞൻ ചട്ടമ്പിയുടെ അകന്ന ബന്ധത്തിലുള്ള സഹോദരനായിരുന്നു ഓവർസിയർ കേശവപിള്ള. പൊതുമരാമത്ത് വകുപ്പിൽ ഓവർസിയർ ആയിരുന്നു അദ്ദേഹം. തമ്പാനൂർ കല്ലുവീട്ടിൽ നിന്നാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത്. കുറച്ചു കാലമായി കേശവപിള്ളയുടെ ഭാര്യയ്ക്ക് ഇടയ്ക്കിടെ പനി ബാധിക്കുക പതിവായിരുന്നു. പനി വരുന്നതോടെ ഉദരരോഗവും തലപ്പൊക്കും. ചികിത്സാ മുറകൾ പലതും പരീക്ഷിച്ചു നോക്കിയെങ്കിലും അതുകൊണ്ടൊന്നും രോഗശമനം ഉണ്ടായില്ല. അങ്ങനെ നിരാശനായിരിക്കുന്ന ഘട്ടത്തിലാണ് കുഞ്ഞൻപിള്ള വലിയ സിദ്ധികൾ ആർജിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയിരിക്കുന്ന വിവരം കേശവപിള്ള അറിയുന്നത്. കേശവപിള്ള ഉടൻ തന്നെ കുഞ്ഞൻ ചട്ടമ്പിയെ ചെന്ന് കണ്ട് തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. തന്റെ ഭാര്യയുടെ രോഗത്തിനുള്ള എന്തെങ്കിലും പ്രതിവിധി കണ്ടെത്താൻ കഴിയുമോ എന്നായിരുന്നു കേശവപിള്ളയുടെ അന്വേഷണം. കുഞ്ഞൻപിള്ള കേശവപിള്ളയുടെ വീട്ടിലെത്തി. മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യമില്ലാത്ത ആളായിരുന്നു കുഞ്ഞൻപിള്ള. എന്നാൽ കേശവപിള്ളയുടെ ദയനീയാവസ്ഥ കുഞ്ഞൻപിള്ളയെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചു. ഒരു ചെറിയ മന്ത്രവാദത്തിലൂടെ കുഞ്ഞൻപിള്ള ആ സ്ത്രീക്കുണ്ടായിരുന്ന രോഗപീഠയ്ക്ക് ശമനമുണ്ടാക്കി. ആ സ്ത്രീക്കത് പുനർജന്മം കിട്ടിയതുപോലെ ആയിരുന്നു. കേശവപിള്ളയ്ക്കും ഭാര്യയ്ക്കും കുഞ്ഞൻപിള്ള ദൈവതുല്യനായി. താമസിയാതെ ആ വീട് കുഞ്ഞൻപിള്ളയുടെയും കൂടി വീടായി മാറി. തിരുവനന്തപുരത്തുള്ളപ്പോഴെല്ലാം അദ്ദേഹം ആ വീട്ടിൽ താമസിച്ചു. അദ്ദേഹത്തെ തേടി നിരവധി ആരാധകർ ആ വീട്ടിലേക്ക് വരുമായിരുന്നു. ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ കുഞ്ഞൻപിള്ള ചട്ടമ്പി ചില ഹ്രസ്വദൂര യാത്രകൾ നടത്തുക പതിവായിരുന്നു. യാത്രകൾ ഭൂരിഭാഗവും രാത്രിയിലായിരുന്നു. ഉള്ളൂർ, നേമം, തിരുവല്ലം എന്നിങ്ങനെ ഒരു രാത്രി കൊണ്ട് പോയി മടങ്ങി വരാവുന്ന സ്ഥലങ്ങളിലേക്കായിരുന്നു ആ യാത്രകൾ. സമ്പന്നവും അഭിജാതവുമായ വീടുകളിൽ വല്ല അപൂർവ ഗ്രന്ഥങ്ങളും ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കാം എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു ആ രാത്രി യാത്രകൾ. നമുക്കിവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം, ഓവർസിയർ കേശവപിള്ളയുമായി കുഞ്ഞൻപിള്ള അടുപ്പത്തിലായത് എങ്ങനെ? ഓവർസിയർ കേശവപിള്ളയുടെ ഭാര്യയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരുമായിരുന്നു. പനി വരുന്നതോടുകൂടി വയറ്റിൽ അസുഖവും വരും. ഇങ്ങനെ വിട്ടുമാറാതെ ഈ പനിയും ഉദരരോഗവും അവരെ പീഡിപ്പിച്ചപ്പോൾ ഓവർസിയർ കേശവപിള്ള ആ സമയത്ത് ഇങ്ങനെ അറിയുകയുണ്ടായി, കുഞ്ഞൻപിള്ള ചട്ടമ്പി വലിയ കഴിവുകൾ, സിദ്ധികൾ എന്തൊക്കെയോ ആർജിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കണ്ട് തന്റെ ഭാര്യയുടെ രോഗത്തിന് എന്തെങ്കിലും പ്രതിവിധി കണ്ടെത്താമോ എന്നൊന്ന് അന്വേഷിക്കാം എന്ന് കരുതി ഓവർസിയർ കേശവപിള്ള കുഞ്ഞൻപിള്ളയെ ചെന്ന് കണ്ടു. കുഞ്ഞൻപിള്ളയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. കുഞ്ഞൻപിള്ള ഈ രോഗത്തിന് ഒരു പരിഹാരം നിർദ്ദേശിച്ചത് മന്ത്രവാദത്തിലൂടെയായിരുന്നു. മന്ത്രവാദം ചെയ്യാൻ സ്വതവേ അദ്ദേഹത്തിന് താല്പര്യം ഇല്ലായിരുന്നു. എങ്കിൽ കൂടിയും ഓവർസിയർ കേശവപിള്ളയുടെ ഭാര്യയുടെ ഈ പനിയും ഉദരരോഗവും മാറ്റാൻ അദ്ദേഹം മന്ത്രവാദം തന്നെയാണ് ചെയ്തത്. മന്ത്രവാദത്തിലൂടെ മാനസികമായ ഒരു രോഗശാന്തിയാണ് കുഞ്ഞൻപിള്ള അവർക്ക് നൽകിയത്. ഇതറിഞ്ഞ് പലരും അദ്ദേഹത്തെ കാണാൻ വരികയും അദ്ദേഹത്തിന്റെ പ്രശസ്തി ഇക്കാര്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഓവർസിയർ കേശവപിള്ളയുടെ ഭാര്യയുടെ പനി മാറ്റിയതറിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രശസ്തി കൂടുതൽ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഓവർസിയർ കേശവപിള്ളയ്ക്കും ഭാര്യയ്ക്കും അദ്ദേഹം ദൈവതുല്യനായി. കാരണം എത്ര ചികിത്സ ചെയ്തിട്ടും ഭേദമാവാത്ത ഒരു പനിയാണ് കുഞ്ഞൻപിള്ള ചട്ടമ്പി മാറ്റിയത്. അതുകൊണ്ട് അവർ അദ്ദേഹത്തെ തങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ ക്ഷണിച്ചു. തിരുവനന്തപുരത്തുള്ളപ്പോഴെല്ലാം കുഞ്ഞൻപിള്ള ഓവർസിയർ കേശവപിള്ളയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അടുത്ത ചോദ്യം, എങ്ങനെയാണ് കൂപക്കര പോറ്റിമാർ ചട്ടമ്പിസ്വാമികളെ പരീക്ഷിച്ചത് എന്നതാണ്. നമുക്ക് പേജ് നമ്പർ 33 നോക്കാം. തെക്കൻ തിരുവിതാംകൂറിലെ പ്രശസ്ത തന്ത്രിമാരായിരുന്നു കൂപക്കര പോറ്റിമാർ. കൂപക്കര മഠത്തിൽ നിരവധി തന്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടെന്ന വിവരം ചട്ടമ്പിസ്വാമികൾക്ക് ലഭിച്ചു. മഠത്തിലെ ഗ്രന്ഥാലയത്തിന്റെ കാര്യസ്ഥനോട് തന്നെ സഹായിക്കണമെന്ന് സ്വാമി അഭ്യർത്ഥിച്ചു. അയാളുടെ സഹായത്തോടെ സ്വാമികൾ അവയെല്ലാം പരിശോധിക്കുകയും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം കുറിച്ചെടുക്കുകയും ചെയ്തു. തന്ത്രിമാർ രഹസ്യമാക്കി വെച്ചിരുന്ന ക്ഷേത്രാനുഷ്ഠാന വിധികളും പൂജാവിധികളും പ്രതിഷ്ഠാവിധികളും
ശ്രീഭൂതബലി, ഉത്സവബലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രവിജ്ഞാനവും സ്വാമികൾ മനസ്സിലാക്കിയത് ആ ഗ്രന്ഥ പരിശോധനയിലൂടെയാണ്. പിൽക്കാലത്ത് അവ സ്വാമികൾക്ക് മാത്രമല്ല കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് തന്നെ പ്രയോജനകരമായി തീർന്നു. കുഞ്ഞൻപിള്ള തങ്ങളുടെ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച് ഹൃദയസ്ഥമാക്കിയെന്നു കണ്ട കൂബക്കര പോറ്റിയില്ലത്തെ മുതിർന്ന തന്ത്രി കുഞ്ഞൻപിള്ളയെ പരീക്ഷിക്കുവാനായി തന്ത്ര സമുച്ചയത്തിലെ ചില സങ്കീർണമായ കാര്യങ്ങൾ ചോദിച്ചു. കുഞ്ഞൻപിള്ള അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞപ്പോൾ പോറ്റി അതിശയിച്ചു പോയി. ചട്ടമ്പിയല്ല, ഒരു വിദ്യാധിരാജൻ തന്നെയാണ് എന്നാണ് പോറ്റി അതിനോട് പ്രതികരിച്ചത്. അങ്ങനെയാണ് ചട്ടമ്പിക്ക് വിദ്യാധിരാജൻ എന്ന വിശേഷണം ലഭിച്ചത്. ഈ പാഠഭാഗത്തിൽ നമ്മൾ കാണുന്നത് ഓവർസിയർ കേശവപിള്ളയുടെ വീട്ടിൽ താമസിക്കുമ്പോഴും ചട്ടമ്പി സ്വാമികൾ രാത്രി പല യാത്രകളും നടത്തിയിരുന്നു. രാത്രി തന്നെ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം വെയിൽ അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ്. രാത്രിയാവുമ്പോൾ റോഡുകളിൽ തിരക്കും ഉണ്ടാവില്ല, വെയിലും ഉണ്ടാകില്ല. ഈ കാരണം കൊണ്ട് അദ്ദേഹം രാത്രി ഹ്രസ്വദൂര യാത്രകൾ, വളരെ കുറച്ച് ദൂരം സഞ്ചരിക്കുക, അന്ന് തന്നെ ഒരു രാത്രി കൊണ്ട് സഞ്ചരിച്ച് പിറ്റേന്ന് രാവിലെ മടങ്ങി എത്താൻ പറ്റുന്ന ചില ഹ്രസ്വദൂര ചെറിയ ദൂര യാത്രകൾ അദ്ദേഹം നടത്തിയിരുന്നതായിട്ട് ഈ പാഠത്തിൽ നാം കാണുന്നുണ്ട്. ഇങ്ങനെ കൂബക്കര ഇല്ലത്തെ പോറ്റിമാർ ധാരാളം താന്ത്രിക ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അവരുടെ ഗ്രന്ഥാലയത്തിൽ ഒത്തിരി താന്ത്രിക ഗ്രന്ഥങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ചട്ടമ്പി സ്വാമികൾ ഈ ഗ്രന്ഥാലയത്തിന്റെ കാര്യസ്ഥനെ ചെന്ന് കണ്ടു. തനിക്കിവിടെ രാത്രിയിൽ സൗകര്യപ്രദമായി ഒന്നിരുന്ന് വായിക്കാമോ എന്ന് അന്വേഷിച്ചു. അദ്ദേഹം അതിന് സമ്മതിക്കുകയാണ് ചെയ്തത്. ഗ്രന്ഥാലയത്തിന്റെ കാര്യസ്ഥൻ കൂബക്കര പോറ്റിമാരോട് അനുവാദം വാങ്ങിയിട്ടുണ്ടാകും. എന്നിട്ട് അദ്ദേഹം ചട്ടമ്പി സ്വാമികളെ രാത്രിയിൽ അവിടെ ഇരുന്ന് അവരുടെ താന്ത്രിക ഗ്രന്ഥങ്ങളെല്ലാം വായിക്കാൻ അനുവദിച്ചു. ഇങ്ങനെ രാത്രിയിൽ എല്ലാ താന്ത്രിക ഗ്രന്ഥങ്ങളും വായിച്ചു നോക്കി. അതിൽ നിന്ന് പല കുറിപ്പുകളും തയ്യാറാക്കി, കുറിപ്പുകളും എഴുതിയെടുത്തു. അങ്ങനെയാണ് അദ്ദേഹം ക്ഷേത്രത്തിലെ പൂജാവിധികൾ, ശ്രീഭൂതബലി, ഉത്സവബലി, ക്ഷേത്രത്തിന്റെ അനുഷ്ഠാനങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും, ക്ഷേത്രത്തിലെ പൂജയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചട്ടമ്പി സ്വാമികൾ മനസ്സിലാക്കിയത് കൂബക്കര ഇല്ലത്ത് പോയിരുന്ന് ഈ താന്ത്രിക ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കിയതിനാലാണ്. താന്ത്രിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ക്ഷേത്രവുമായി തന്ത്രവുമായി, ക്ഷേത്രത്തിലെ പൂജാരിയെ നമ്മൾ തന്ത്രി എന്ന് വിളിക്കാറുണ്ട്. അതായത് പൂജ സംബന്ധമായ ക്ഷേത്രത്തിലെ പൂജയും അനുഷ്ഠാനങ്ങളും സംബന്ധിച്ച ഗ്രന്ഥങ്ങളെയാണ് നാം താന്ത്രിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ താന്ത്രിക ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചു, അതിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, അതെല്ലാം കുറിച്ചെടുത്തു. ഇങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, ചട്ടമ്പി സ്വാമികളെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് കൂബക്കര ഇല്ലത്തെ മൂത്ത പോറ്റി അദ്ദേഹത്തോട് ചോദിച്ചു, എന്നാൽ ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. താങ്കൾ ഈ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചല്ലോ, ഇതിൽ നിന്ന് താങ്കൾ എന്തൊക്കെ മനസ്സിലാക്കി, താങ്കൾക്ക് ഇത് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നറിയാനായിട്ട് ഞാൻ താങ്കളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറയുകയും അദ്ദേഹം ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് വളരെ കൃത്യമായ മറുപടിയാണ് ചട്ടമ്പി സ്വാമികൾ നൽകിയത്. ഇതിൽ അതിശയിച്ചു പോയ കൂബക്കര ഇല്ലത്തെ മൂത്തപ്പോറ്റി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ ചട്ടമ്പി എന്നല്ല വിളിക്കേണ്ടത്, നിങ്ങളൊരു വിദ്യാധിരാജൻ തന്നെയാണ്. വിദ്യാധിരാജൻ എന്ന് വെച്ചാൽ വിദ്യയ്ക്ക് അധിപനായ രാജാവ്. നിങ്ങളുടെ കീഴിൽ അല്ലെങ്കിൽ നിങ്ങളിൽ എല്ലാ വിദ്യകളും കുടികൊള്ളുന്നു. നിങ്ങൾക്ക് അറിയാത്തത് മനസ്സിലാകാത്തതായി ഒന്നുമില്ല. വളരെ സന്തോഷം എന്ന രീതിയിലാണ് കൂബക്കര ഇല്ലത്തെ മൂത്തപ്പോറ്റി ഇങ്ങനെ പറഞ്ഞത്. നമുക്ക് ഒരു ചോദ്യം കൂടി ഈ പാഠഭാഗത്തിൽ നിന്ന്, എങ്ങനെയാണ് ചട്ടമ്പി സ്വാമികൾക്ക് ആട് കുഞ്ഞൻപിള്ള എന്ന പേര് കിട്ടിയത്, എങ്ങനെയാണെന്ന് നോക്കാം. മരുത്വ മലയിൽ വെച്ചാണ് ചട്ടമ്പി സ്വാമികൾ കായകൽപ്പ സേവ ആരംഭിച്ചത്. എന്നാൽ അദ്ദേഹം അത് പൂർത്തിയാക്കിയത് വാമനപുരത്ത് വെച്ചായിരുന്നു. ആ പ്രദേശത്തുള്ള അപൂർവ സസ്യങ്ങൾ കണ്ടാൽ അതിൽ നിന്ന് ഇലകൾ പറിച്ച് ചവച്ച് രുചിച്ചു നോക്കുക എന്നത് അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു. ഇത് കണ്ട ചില ഗ്രാമീണ സ്ത്രീകൾ ഇദ്ദേഹത്തിന് ആട് കുഞ്ഞൻപിള്ള എന്ന കളിപ്പേര് നൽകിയിരുന്നു. വാമനപുരത്തെ ചട്ടമ്പി സ്വാമികളുടെ താമസത്തിന് കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന് ഹേതുവാകാൻ കഴിഞ്ഞു. കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായ
ശ്രീനാരായണ ഗുരുവുമായി ചട്ടമ്പി സ്വാമികൾ സന്ധിക്കുന്നത് ഇവിടെ വെച്ചാണ്. മരുത്വമലയെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ ഇനി പറയുന്നത്. മരുത്വമല എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയിലാണ് മരുത്വമല സ്ഥിതി ചെയ്യുന്നത്. മരുത്വമലയുടെ കിഴക്ക് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് അറബിക്കടലും തെക്ക് ഇന്ത്യ മഹാസമുദ്രവുമാണ്. ഇങ്ങനെ മരുത്വമല വളരെ ശാന്ത സുന്ദരമായ ഒരു മലയാണ്. അതിൻ്റെ മുകളിൽ ഏകാന്തതയിൽ ഇരുന്ന് ധ്യാനിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലം ചട്ടമ്പി സ്വാമികൾ കണ്ടുവച്ചു. പിന്നീട് അദ്ദേഹവും ശ്രീനാരായണ ഗുരുവും മരുത്വമലയിൽ ഗുഹകളിൽ കുറേ കാലം ധ്യാനത്തിലും തപസ്സിലും കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ മരുത്വമലയ്ക്ക് ആ പേര് കിട്ടിയത് അതിനൊരു പ്രത്യേക കാരണം കൊണ്ട്. മരുത്വമല എന്ന് പറയുന്നത് മരുന്ന് വാഴുന്ന മല എന്നാണ് അതിൻ്റെ അർത്ഥം. ധാരാളം ഔഷധ സസ്യങ്ങൾ വളർന്നു നിൽക്കുന്ന ഒരു മലയായതുകൊണ്ടാണ് മരുത്വമലയെ മരുന്ന് വാഴുന്ന മല അല്ലെങ്കിൽ മരുത്വമല എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറകിലുള്ള ഒരു കഥ ഇതാണ്. രാവണ നിഗ്രഹത്തിന് ചെന്ന ശ്രീരാമനും സംഘവും രാവണന്റെ സൈന്യവുമായി ഘോര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ബ്രഹ്മാസ്ത്രം എന്ന ദിവ്യമായ അസ്ത്രം രാവണന്റെ മകൻ ഇന്ദ്രജിത്ത് ലക്ഷ്മണന് നേരെ അയച്ചു. ബ്രഹ്മാസ്ത്രത്തെ മാനിക്കേണ്ടതുകൊണ്ട് ലക്ഷ്മണൻ ആ ബ്രഹ്മാസ്ത്രത്തിന് കീഴടങ്ങിക്കൊടുത്തു. ബ്രഹ്മാസ്ത്രം ലക്ഷ്മണനെ വധിച്ചു കളഞ്ഞു. എന്നാൽ രാമ സഹോദരനായ ലക്ഷ്മണൻ മരിച്ചു പോകരുതല്ലോ. അതുകൊണ്ട് ശ്രീരാമനും സംഘവും ഹനുമാനോട് പറയുകയാണ്, ഹനുമാനെ, നിനക്ക് അപൂർവ സിദ്ധികളൊക്കെ ഉണ്ടല്ലോ. ഹനുമാനോട് ഏത് കാര്യവും അവനെ ഓർമ്മിപ്പിക്കണം, എങ്കിൽ മാത്രമേ അവനത് ചെയ്യാൻ സാധിക്കൂ. ഹനുമാന്റെ ശക്തികളെക്കുറിച്ച് അവനെ ഓർമ്മിപ്പിച്ചെങ്കിൽ മാത്രമേ അവനത് ഓർമ്മ വരൂ എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ശ്രീരാമനും സംഘവും ഹനുമാനെ പ്രോത്സാഹിപ്പിച്ചു. ഹനുമാനെ, നിനക്ക് പ്രത്യേക സിദ്ധികൾ ഉള്ളതുകൊണ്ട് നീ പോയി ഹിമാലയ സാനുക്കളിൽ പോയി അവിടെ വാഴുന്ന മൃതസഞ്ജീവനി എന്ന മരുന്ന് കൊണ്ടുവരിക, എങ്കിൽ മാത്രമേ ലക്ഷ്മണനെ ഇനി പുനർജീവിപ്പിക്കാൻ സാധിക്കൂ. ഇത് കേട്ട ഹനുമാൻ ഉടനെ തന്നെ ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഹിമാലയ പരിസരത്ത് എത്തിയ ഹനുമാന് അവിടെ ധാരാളം സസ്യങ്ങൾ വളർന്നു നിൽക്കുന്നതിൽ ഏതാണ് മൃതസഞ്ജീവനി എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഹിമാലയത്തിന്റെ ഒരു ഭാഗം തന്നെ അടർത്തിയെടുത്തുകൊണ്ട് ഹനുമാൻ പോരുകയാണ് ഉണ്ടായതെന്ന് പറയുന്നു. ഇങ്ങനെ അടർത്തിയെടുത്ത ആ മലയിൽ നിന്ന് ഹനുമാന്റെ യാത്രാമധ്യേ പല കഷണങ്ങളും താഴേക്ക് വീണു. മല അടർത്തിയെടുത്തതിൽ നിന്ന് കൊച്ചു കൊച്ചു ഭാഗങ്ങൾ താഴേക്ക് വീഴുകയുണ്ടായി. അങ്ങനെ വീണ ഒരു ഭാഗമാണ് മരുത്വമലയായി പിന്നീട് മാറിയത്. ഈ മരുത്വമലയിലുള്ള ഈ ഔഷധ സസ്യങ്ങളെല്ലാം ഹിമാലയ പരിസരത്ത് ഉണ്ടായി നിൽക്കുന്ന ഔഷധ സസ്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ഹിമാലയത്തിൽ നിന്ന് വീണുപോയ ഹനുമാന്റെ ഈ യാത്രക്കിടയിൽ കയ്യിൽ നിന്ന് ചോർന്നു പോയ ഒരു കഷ്ണമാണ് മരുത്വമലയായത്. അവിടെ ധാരാളം മരുന്നുകളും ഔഷധ സസ്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് സങ്കല്പം. അവിടെ താമസിച്ചിരുന്ന, അവിടെ ഏകാന്തമായി ധ്യാനത്തിൽ ഏർപ്പെട്ടിരുന്ന കുഞ്ഞൻ പിള്ള ഏത് ഇലയും കണ്ടാൽ, ഏത് സസ്യവും കണ്ടാൽ അതിൻ്റെ ഇല പറിച്ച് കടിച്ചു ചവച്ചു നോക്കുക എന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. ഏതിലയും അദ്ദേഹം ചവച്ച് നോക്കുമായിരുന്നു. ആട് ചവച്ചു നോക്കാത്ത ഇലയില്ലല്ലോ എന്ന ഒരു പഴമൊഴിയിൽ നിന്നാണ് കുഞ്ഞൻ പിള്ളയ്ക്ക് ഗ്രാമീണ സ്ത്രീകൾ ഈ പേരിട്ടത്. അദ്ദേഹത്തിനെ അവർ ആട് കുഞ്ഞൻ പിള്ള എന്ന് വിളിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ പാഠത്തിൽ നിന്ന് നമ്മൾ 3 ചോദ്യമാണ് നോക്കിയത്. ഒന്ന്, ഓവർസിയർ കേശവ പിള്ള ചട്ടമ്പി സ്വാമികളുമായി ഉള്ള ആ ഒരു പരിചയം, ബന്ധം, അല്ലെങ്കിൽ ഓവർസിയർ കേശവ പിള്ളയുടെ ഭാര്യയ്ക്കുണ്ടായിരുന്ന ആ പനി അദ്ദേഹം എങ്ങനെ മാറ്റി എന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യമായിട്ട് കൂപക്കര പോറ്റിമാർ അദ്ദേഹത്തെ പരീക്ഷിച്ചത് എങ്ങനെ. മൂന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികളെ ആടുകുഞ്ഞൻ പിള്ള എന്ന് ഗ്രാമീണ സ്ത്രീകൾ വിളിച്ചിരുന്നത്. മൂന്നാമത്തെ പാഠം ഇവിടെ അവസാനിക്കുന്നു. നമുക്കിനി 4ാമത്തെ പാഠത്തിലുള്ള ചോദ്യങ്ങൾ നോക്കാം. ആദ്യമായി നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്നും നോക്കേണ്ടത് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്നാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പേജ് നമ്പർ 36. അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് യാദൃച്ഛികമായാണ് ചട്ടമ്പി സ്വാമികൾ നാരായണ ഗുരുദേവനെ കണ്ടുമുട്ടിയത്.
ആത്മവിദ്യയ്ക്ക് വേണ്ട എല്ലാ യോഗ്യതകളുമുള്ള ആ യുവാവിനെ സ്വാമികൾക്ക് വലിയ ബോധ്യമായി. ചട്ടമ്പി സ്വാമികൾ നാരായണ ഗുരുവിനെ വാമനപുരത്തുള്ള തന്റെ താവളത്തിലേക്ക് ക്ഷണിച്ചു. വാമനപുരത്തെത്തിയ നാണുവാശാൻ, അങ്ങനെയാണ് ശ്രീനാരായണ ഗുരു അന്ന് അറിയപ്പെട്ടിരുന്നത്, സ്വാമികളുടെ ഒരു സന്തത സഹചാരിയായി മാറി. ചട്ടമ്പി സ്വാമികളുടെ വേദാന്ത ജ്ഞാനവും വിവിധ വിദ്യകളിൽ ആർജിച്ച അറിവിന്റെ വ്യാപ്തിയും നാരായണ ഗുരുവിനെ അതിശയിപ്പിച്ചു. അദ്ദേഹം ചട്ടമ്പി സ്വാമികളുടെ ആരാധകനായി മാറി. ആത്മവിദ്യ ആർജിക്കാനും ആത്മസാക്ഷാത്കാരത്തിൽ എത്തിച്ചേരാനും താൻ ചവിട്ടിക്കയറിയ ജ്ഞാനമാർഗത്തിന്റെ പടികൾ സ്വാമികൾ ശ്രീനാരായണ ഗുരുവിന് വിശദീകരിച്ചു കൊടുത്തു. നാരായണന് അദ്ദേഹം ബാലസുബ്രഹ്മണ്യ മന്ത്രം ഉപദേശിച്ചു. യോഗാഭ്യാസം വഴി ആ സിദ്ധി ഉൾക്കൊള്ളാൻ നാരായണന് അനായാസം സാധിച്ചു. യോഗ സംബന്ധമായ പ്രാഥമിക പാഠങ്ങൾ മനസ്സിലാക്കാനും ദൃഢീകരിക്കുവാനും നാരായണന് അധികം അധ്വാനിക്കേണ്ടി വന്നില്ല. ചില ദിവസങ്ങളിൽ ചട്ടമ്പിയും നാരായണനും തൈക്കാട് താമസിച്ചിരുന്ന അയ്യാവു സ്വാമികളെ ചെന്ന് കണ്ടു. ചട്ടമ്പിയെ പോലെ നാരായണ ഗുരുവും അയ്യാവുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് ആദ്യമായി നോക്കുന്നത് എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും കണ്ടുമുട്ടിയത്, എന്തായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്, കൊല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചല്ല, അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും കണ്ടുമുട്ടുന്നത്. തിരുവനന്തപുരത്തെ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുന്നത്. ശ്രീനാരായണ ഗുരുവിനെ കണ്ട ഉടനെ തന്നെ ചട്ടമ്പി സ്വാമികൾക്ക് നാരായണ ഗുരു എപ്രകാരമുള്ള ഒരു വ്യക്തിയാണ് എന്ന് ബോധ്യപ്പെട്ടു. തൻ്റെ ജ്ഞാനമാർഗം ഉപദേശിക്കാൻ പറ്റിയ ഒരു ചങ്ങാതിയാണ് ഇദ്ദേഹം എന്ന് മനസ്സിലാക്കിയ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ തൻ്റെ താവളത്തിലേക്ക് ക്ഷണിച്ചു. ഇവിടെ താവളം എന്ന് പറയുന്നത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് വീട് തന്നെയാണ്. പക്ഷേ ചട്ടമ്പി സ്വാമികൾക്ക് സ്ഥിരമായി ഒരിടത്ത് താമസിക്കുന്ന സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ്, അദ്ദേഹം കുറച്ചു കാലങ്ങളിൽ മാത്രമേ ഒരിടത്ത് താമസിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് വീടിനെ താവളം എന്ന് പ്രത്യേകം പറയുന്നത്. ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ തൻ്റെ താവളത്തിലേക്ക് ചട്ടമ്പി സ്വാമികൾ ക്ഷണിച്ചു. അതിനുശേഷം തനിക്കറിയാവുന്ന സകല വിദ്യകളും അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ പഠിപ്പിച്ചു. അതിൽ ഒന്ന് യോഗാഭ്യാസം, യോഗമാർഗങ്ങൾ ഉപദേശിച്ചു നൽകി. നല്ല ഏകാഗ്രതയും നല്ല ഈശ്വരവിശ്വാസവും ഭക്തിയും ഒക്കെ ഉണ്ടായിരുന്ന നാരായണ ഗുരുവിന് ഇത് യോഗ പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചു. കാരണം മനസ്സിൻ്റെ ഏകാഗ്രതയാണ് യോഗ അഭ്യസിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ളത്. എന്നാൽ നല്ല ഉറച്ച മനസ്സ് അല്ലെങ്കിൽ നല്ല ഏകാഗ്രതയുള്ള ഒരു മനസ്സിൻ്റെ ഉടമസ്ഥനായിരുന്നു ശ്രീനാരായണ ഗുരു എന്നതിനാൽ അദ്ദേഹത്തിന് ചട്ടമ്പി സ്വാമികൾ ഉപദേശിച്ചതെല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും പഠിക്കാനും സാധിച്ചു. തനിക്ക് പണ്ട് ഒരു യോഗി പകർന്നു നൽകിയ ബാലസുബ്രഹ്മണ്യ മന്ത്രം എന്ന മന്ത്രവും ചട്ടമ്പി സ്വാമികൾ അത് ശ്രീനാരായണ ഗുരുവിനെ പറഞ്ഞു പഠിപ്പിച്ചു. പിന്നീട് അവർ അയ്യാവു സ്വാമികളുടെ അടുക്കലേക്ക് പോകാൻ തുടങ്ങി. നമ്മൾ നേരത്തെയുള്ള പാഠത്തിൽ പറഞ്ഞു അയ്യാവു സ്വാമികൾ അവിടെയുള്ള റെസിഡൻസി മാനേജരായിരുന്നു. അദ്ദേഹം ജ്ഞാനപ്രചാരകരം എന്ന സംഘടനയിൽ അദ്ദേഹം പ്രഭാഷണത്തിന് വരുമായിരുന്നു. വേദാന്തത്തെ പറ്റി നല്ല ജ്ഞാനമുള്ള ആളായിരുന്നു അയ്യാവു സ്വാമികൾ. ഇങ്ങനെ ചട്ടമ്പി സ്വാമികൾ അയ്യാവുവിൻ്റെ അടുത്ത് ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് വേദാന്തം പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നാം കണ്ടു. ഇങ്ങനെ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും അയ്യാവുവിൻ്റെ അടുത്ത് പോവുകയും അയ്യാവു സ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത്. പിന്നീടുള്ള അവരുടെ കുറേ കാലത്തെ ജീവിതം അവർ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. കുറേ യാത്രകൾ നടത്തുന്നുണ്ട്. കുറേ കാലം മരുത്വമലയിൽ ഒരുമിച്ച് ധ്യാനിച്ചു. ഇങ്ങനെ തൻ്റെ സന്തത സഹചാരിയായി ശ്രീനാരായണ ഗുരു മാറുന്നത് ഇവിടെ വെച്ചാണ്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. അയ്യാവു സ്വാമിയിലുണ്ടായ ചില മാറ്റങ്ങൾ ചട്ടമ്പിക്കും നാരായണനും ദഹിച്ചില്ല. രസപാക പ്രക്രിയ ഉപയോഗിച്ച് സ്വർണം ഉണ്ടാക്കാനുള്ള വിദ്യ അന്വേഷിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അയ്യാവു. വേദാന്ത വിഹായസിൽ ഉയർന്നു വരുന്ന പക്ഷിരാജന്റെ കണ്ണുകൾ ഭൂമിയിലെ ജീർണിച്ച നാറിയ ഉച്ഛിഷ്ടമായ സ്വർണത്തിൽ പതിഞ്ഞപ്പോൾ ചട്ടമ്പിയും നാരായണനും അയ്യാവുവിന്റെ ആശ്രിതത്വം ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. ഇവിടെ നാം കാണുന്നത് അയ്യാവു സ്വാമിയുമായിട്ട് ചട്ടമ്പി സ്വാമികൾക്ക് നല്ല ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അയ്യാവു സ്വാമിയിൽ നിന്ന് വേദാന്തം പഠിച്ചിരുന്നു. അയ്യാവു സ്വാമിയുടെ ശിഷ്യനായി മാറി.
പിന്നീട് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യാവുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. ഇങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അയ്യാവു സ്വാമിയുടെ പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ ഒരു പ്രത്യേക വ്യത്യാസം, ഒരു മാറ്റം കണ്ടു തുടങ്ങി. അദ്ദേഹത്തിന് സ്വർണത്തിൽ താല്പര്യം ജനിക്കാൻ തുടങ്ങി. രസപാക പ്രക്രിയ ഉപയോഗിച്ച് എങ്ങനെ സ്വർണം ഉണ്ടാക്കിയെടുക്കാം എന്ന് അയ്യാവു സ്വാമികൾ കണ്ടെത്താനുള്ള ഒരു പരിശ്രമം തുടങ്ങി. അല്ലെങ്കിൽ സന്യാസം സ്വീകരിച്ച ഒരു വ്യക്തി ഭൂമിയിലുള്ള ഈ നിസ്സാര വസ്തുക്കളുടെ മേൽ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നതും അതിനുവേണ്ടി പരിശ്രമിക്കുന്നതും ചട്ടമ്പി സ്വാമികൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അനന്തവിഹായസിൽ പാറി നടക്കുന്ന പക്ഷിരാജന്റെ കണ്ണുകൾ ഭൂമിയിലെ ചീഞ്ഞു നാറിയ അവശിഷ്ടങ്ങളിലേക്ക് തിരിയുന്നത് കണ്ടപ്പോൾ ശ്രീനാരായണ ഗുരുവിനും ചട്ടമ്പി സ്വാമികൾക്കും വളരെ ദുഃഖവും അവജ്ഞയുമാണ് ഉണ്ടായത്. അങ്ങനെ അവർ അയ്യാവു സ്വാമികളുടെ ശിഷ്യത്വം ഉപേക്ഷിച്ചു. നമ്മൾക്കിവിടെ നിന്ന് ഇതുവരെ നമ്മൾ പഠിച്ച 2 ചോദ്യങ്ങൾ. ഒന്ന്, ശ്രീനാരായണ ഗുരുവിനെ ചട്ടമ്പി സ്വാമികൾ കണ്ടുമുട്ടിയത് എങ്ങനെ? രണ്ടാമത്തെ ചോദ്യം, അയ്യാവു സ്വാമിയുമായുള്ള ബന്ധം ചട്ടമ്പി സ്വാമികൾ ഉപേക്ഷിക്കുന്നത് എപ്പോൾ എങ്ങനെ? അയ്യാവു സ്വാമികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ചർച്ച ചെയ്തതും ഈ പാഠത്തിലുള്ളതുമായ കാര്യങ്ങൾ ഒരുമിച്ച് എഴുതിയാൽ ഈ ചോദ്യത്തിന് ഉത്തരമായി. അയ്യാവു സ്വാമികൾ ജ്ഞാനപ്രചാകരം എന്ന സമാജത്തിൽ പ്രസംഗിക്കാൻ വരാറുണ്ടായിരുന്നു. അദ്ദേഹം വേദാന്ത പ്രഭാഷണങ്ങളാണ് നടത്തിയിരുന്നത്. ചട്ടമ്പി സ്വാമികളുടെ ഗുരുനാഥനായ തിരുമതിലപ്പേട്ട രാമൻ പിള്ളൈ ആശാനാണ് ജ്ഞാനപ്രചാകരം എന്ന സഭ തുടങ്ങിയത്. അവിടെ വായനാശീലരും വിജ്ഞാനദാഹികളുമായ ധാരാളം ചെറുപ്പക്കാർ വരുന്ന സ്ഥലമായിരുന്നു. അവിടെ പ്രഭാഷണം നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു അയ്യാവു സ്വാമികൾ. അദ്ദേഹത്തിന്റെ വേദാന്ത പ്രഭാഷണം ചട്ടമ്പി സ്വാമികളെ വല്ലാതെ ആകർഷിച്ചതുകൊണ്ട് അയ്യാവു സ്വാമികളുടെ വീട്ടിൽ ചെന്ന് അയ്യാവു സ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിക്കുകയുണ്ടായി ചട്ടമ്പി. പിന്നീട് ശ്രീനാരായണ ഗുരുവുമായി കണ്ടുമുട്ടിയതിന് ശേഷം ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യാവു സ്വാമിയുടെ വീട്ടിൽ ചെല്ലുകയും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം അയ്യാവു സ്വാമിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നതോടുകൂടി അദ്ദേഹം രസപാക പ്രക്രിയ ഉപയോഗിച്ച് സ്വർണം ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹത്തിനോട്, അയ്യാവു സ്വാമിയോട് ശ്രീനാരായണ ഗുരുവിനും ചട്ടമ്പി സ്വാമികൾക്കും ഒരു അവജ്ഞയാണ് പിന്നീട് ഉണ്ടായത്. തന്മൂലം അവർ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം ഉപേക്ഷിച്ചു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തുടർന്ന് ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുവും തെക്കൻ പ്രദേശങ്ങളിലേക്ക് ഒരു പദയാത്ര നടത്തി. സിദ്ധന്മാരെ പൂജിച്ചും വിജനമായ സ്ഥലങ്ങളിൽ ഏകാന്ത ധ്യാനം നടത്തിയും അവരുടെ യാത്ര മരുത്വാമല മുതലായ പ്രദേശങ്ങൾ വരെ നീണ്ടു ചെന്നു. നഗരങ്ങളോ ജനനിബിഡമായ വ്യാപാര കേന്ദ്രങ്ങളോ അവരെ ആകർഷിച്ചില്ല. പ്രകൃതി രമണീയമായ പ്രദേശങ്ങളായിരുന്നു അവർക്കിഷ്ടം. അത്തരം പ്രദേശങ്ങളിലാണ് ഈശ്വര ചൈതന്യം ഉള്ളതെന്ന് അവർ വിശ്വസിച്ചു. കായ്കനികൾ ഭക്ഷിച്ചും അരുവികളിൽ നിന്ന് വെള്ളം കോരിക്കുടിച്ചും ഹിംസ്ര ജന്തുക്കളുമായി സഹവസിച്ചും ജീവിച്ച ആ യോഗിവര്യന്മാർ ആത്മസത്തയുടെ ഉത്തുംഗത്തെ സൂക്ഷ്മമായി ദർശിച്ചു. ഗുഹാന്തരങ്ങളിലും വനപ്രദേശങ്ങളിലും ബാഹ്യ ലോകബന്ധമില്ലാതെ തപോവൃത്തരായി കഴിഞ്ഞ ആ കാലഘട്ടത്തിലാണ് അഗാധമായ ആത്മബോധം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. തെക്കൻ ദിക്കുകളിൽ ഇവരുടെ പാദസ്പർശം ഏൽക്കാത്ത ഭൂഭാഗങ്ങൾ ഇല്ലായിരുന്നു. ജ്ഞാനലബ്ധിക്കും മനുഷ്യനെ മനുഷ്യനായി കാണുവാനും മഹനീയമായ ആശയങ്ങളെ ദൃഢീകരിക്കാനും ഈ തീർത്ഥയാത്രയിലൂടെ അവർക്ക് സാധിച്ചു. ഈ പദയാത്ര കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങവേ നെയ്യാറിന്റെ വറ്റിവരണ്ട ഒരു പ്രദേശത്തു കൂടെ നടക്കുവാൻ അവർ തീരുമാനിച്ചു. അപ്രകാരം കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ അരുവിപ്പുറം എന്ന സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു. അതിമനോഹരമായ പ്രകൃതി ലാവണ്യം പ്രസരിക്കുന്ന ആ സ്ഥലം അവരെ വല്ലാതെ ആകർഷിച്ചു. ഏതു വിധത്തിലുള്ള സാധനയ്ക്കും പറ്റിയ ഒരിടമാണിതെന്ന് അവർക്ക് തോന്നി. ആ സ്ഥലം തന്റെ ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള ഇടമാക്കുവാൻ ശ്രീനാരായണ ഗുരു നിശ്ചയിച്ചു. അദ്ദേഹം ഏറെക്കാലം അരുവിപ്പുറത്ത് തപോനിരതനായി കഴിഞ്ഞു. എന്നാൽ ചട്ടമ്പി സ്വാമികൾ ഇടയ്ക്കിടെ തിരുവനന്തപുരത്തിനും നെടുമങ്ങാട്ടേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. അയ്യാവു സ്വാമികളുമായി പിരിഞ്ഞ ശേഷം ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും നടത്തിയ യാത്രകളെ കുറിച്ചാണ് നാം പറയുന്നത്. തെക്കൻ ജില്ല, ഏകദേശം തെക്കൻ ജില്ല മുഴുവനും അവർ പദയാത്ര നടത്തി. പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൂടെയാണ് അവർ സഞ്ചരിച്ചത്. കാടുകളിലൂടെയും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൂടെയുമാണ് അവർ സഞ്ചരിച്ചത്. കാരണം തിരക്കുള്ള ജനനിബിഡമായ സ്ഥലങ്ങൾ അവർ ഉപേക്ഷിച്ചു. കാരണം
ആധ്യാത്മികമായ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് ഏകാന്തമായ സ്ഥലങ്ങൾ ആണെന്ന് അവർ കണ്ടെത്തി. പല സിദ്ധന്മാരെ സന്ദർശിച്ചും പല ക്ഷേത്രങ്ങൾ ദർശിച്ചും ക്ഷേത്രങ്ങളിൽ ഭജനം ഇരുന്നും അങ്ങനെ ഏകാന്തമായ സ്ഥലങ്ങളിൽ അവർ ധ്യാനനിരതരായിരുന്നു ഒക്കെ അവരുടെ യാത്ര അവർ തുടർന്നു. അങ്ങനെ അവർ മരുത്വമലയിൽ ചെന്നു. മരുത്വമലയിലും ഏറെ നാൾ രണ്ടുപേരും തപസ്സിൽ കഴിഞ്ഞുകൂടി. ഒടുവിൽ അവർ തപസ്സിൽ നിന്നെല്ലാം പിൻവാങ്ങിയ ശേഷം തിരിച്ച് പോരുകയാണ്. തെക്കൻ ജില്ലകളൊക്കെ അവർ ചുറ്റി നടന്ന് സഞ്ചരിച്ചു. അവിടെയുള്ള ആളുകളുമായി അവർ ഒത്തിരി ആശയവിനിമയങ്ങൾ നടത്തി. മനുഷ്യനെ മനുഷ്യനായി കാണാനും തൻ്റെ പല ആശയങ്ങൾ അത് ദൃഢീകരിക്കുവാനും ഈ യാത്ര ഉപകരിച്ചു. മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നത് ചട്ടമ്പിസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള പല കാര്യങ്ങളിൽ ഒന്നാണ്. അങ്ങനെ രണ്ടുപേരും ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുവും കുറെ കാലത്തെ തപസ്സിനു ശേഷം മരുത്വമലയിൽ നിന്ന് തിരിച്ചു. ഇങ്ങനെയുള്ള തിരികെയുള്ള യാത്രയിലാണ് അവർ അരുവിപ്പുറം എന്ന സ്ഥലത്തെത്തിയത്. അവിടെ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് കുറെ കാലം ധ്യാന നിരതനായി കഴിഞ്ഞു. എന്നാൽ ചട്ടമ്പിസ്വാമികൾ ഇടയ്ക്കിടെ തിരുവനന്തപുരത്തേക്കും നെടുമങ്ങാട്ടേക്കും യാത്ര തിരിച്ചു. ശ്രീനാരായണ ഗുരു പിന്നെ അരുവിപ്പുറം തൻ്റെ പ്രവർത്തന മണ്ഡലമാക്കി മാറ്റിയെടുത്തു. എന്നാൽ ചട്ടമ്പിസ്വാമികൾ അങ്ങനെ ഒരു ദിക്കിൽ മാത്രം, ഒരു സ്ഥലത്ത് മാത്രം കഴിച്ചുകൂടുക എന്ന ഒരു സ്വഭാവക്കാരൻ ആയിരുന്നില്ല. അതുകൊണ്ട് ചട്ടമ്പിസ്വാമികൾ തനിക്കിഷ്ടമുള്ളപ്പോഴൊക്കെ അദ്ദേഹം പല ദിക്കുകളിലേക്കും യാത്ര തിരിക്കുമായിരുന്നു. നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് ഇപ്പോൾ 3 ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞു. ഒന്നാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളുമായിട്ടുള്ള സമാഗമം എങ്ങനെ? 2, അയ്യാവു സ്വാമികളുമായി അവർ പിരിഞ്ഞത് എപ്പോൾ? 3, എങ്ങനെയാണ് അയ്യാവുമായി പിരിഞ്ഞ ചട്ടമ്പിയും ശ്രീനാരായണ ഗുരുവും പിന്നീട് ചെയ്ത യാത്രകൾ എന്തൊക്കെയാണ്? ഈ യാത്രയുടെ പ്രത്യേകത. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചട്ടമ്പി സ്വാമികൾക്ക് തിരുവനന്തപുരത്ത് ഇതിനിടയിൽ 2 ശിഷ്യന്മാരെ ലഭിച്ചു. നാരായണ ഗുരുവിന്റെ സഹപാഠികളായ പെരുനെല്ലി കൃഷ്ണൻ വൈദ്യർ, വെളുത്തേരി കേശവൻ വൈദ്യർ എന്നിവർ. ഈ ഈഴവ യുവാക്കൾ ചട്ടമ്പിയുമായി സൗഹൃദം സ്ഥാപിച്ചു. നല്ല ശരീരപുഷ്ടി ഉണ്ടായിരുന്ന കേശവൻ വൈദ്യർ സ്വാമികളിൽ നിന്ന് ഗുസ്തിമുറകൾ അഭ്യസിച്ചു. കൃഷ്ണൻ വൈദ്യർ സംസ്കൃത കാവ്യങ്ങളും വ്യാകരണവും അഭ്യസിച്ചു. വിദ്യാസമ്പന്നരും വിനയാന്വിതരുമായ ഈ ചെറുപ്പക്കാർ സ്വാമിയുടെ ഹൃദയം കവർന്നതിൽ അതിശയിക്കാനില്ല. തിരുവനന്തപുരത്തെത്തുമ്പോൾ ചട്ടമ്പിസ്വാമികൾ വെളുത്തേരിയിലോ പെരുനെല്ലിയിലോ താമസിച്ചു. ചിലപ്പോൾ ശ്രീനാരായണ ഗുരുവും അവിടെ വന്നു ചേരും. അതോടെ സർഗ സമീക്ഷയുടെ ഒരു കേന്ദ്രമായി അവിടം മാറും. പ്രായം കൊണ്ട് മുതിർന്ന ചട്ടമ്പിക്കായിരുന്നു അവർ മേധാസ്ഥാനം നൽകിയത്. കിട്ടൻ എന്ന് സ്വാമി വിളിച്ചിരുന്ന കൃഷ്ണൻ വൈദ്യരുടെ കാവ്യമോഹങ്ങൾക്ക് ചിറകു വെപ്പിക്കാനായി ചട്ടമ്പിസ്വാമികൾ കവിയുടെ വേഷം കെട്ടിയതായി അദ്ദേഹം തന്നെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. കേശവൻ വൈദ്യരെ സ്വാമി ഗുസ്തിമുറകൾ പഠിപ്പിക്കുകയും ഇടയ്ക്കിടയ്ക്ക് അവർ തമ്മിൽ ഗുസ്തിയിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു. ഇക്കാലത്തെല്ലാം സ്വാമിയുടെ ആഹാരവും വിശ്രമവും എല്ലാം ഈ ഈഴവ ഭവനങ്ങളിൽ ആയിരുന്നു. ഇത് ചില നായർ പ്രമാണിമാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ ചട്ടമ്പിയെ എതിർക്കാനുള്ള കരുത്തും കോപ്പും അവർക്കില്ലായിരുന്നു. ഈ ഈഴവ സുഹൃത്തുക്കൾക്കൊപ്പം ഉണ്ടും ഉറങ്ങിയും സാംസ്കാരിക വിനിമയം നടത്തിയും ചട്ടമ്പിസ്വാമികൾ നടന്നു തീർത്തത് കേരളീയ നവോത്ഥാനത്തിലേക്കുള്ള പാതയാണ്. ബുദ്ധി ഹൃദയനൈർമല്യം, കർമ്മകുശലത, ആത്മത്യാഗം എന്നീ സൽഗുണങ്ങളായിരുന്നു കേരളീയ നവോത്ഥാനത്തിന് അടിത്തറ പാകിയ വിശിഷ്ട ഉപാധികൾ. ഇവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ചട്ടമ്പിസ്വാമികൾക്ക് 2 ശിഷ്യന്മാരുണ്ടായി. ചട്ടമ്പിസ്വാമികളും ആ ശിഷ്യരും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ശ്രീനാരായണ ഗുരുവിൻ്റെ കൂട്ടുകാരായിരുന്ന രണ്ട് യുവാക്കളായിരുന്നു ചട്ടമ്പിസ്വാമികൾക്ക് ഈ അവസരത്തിൽ കിട്ടിയ 2 ശിഷ്യന്മാർ. അവരുടെ പേര് വെളുത്തേരി കേശവൻ വൈദ്യരും പെരുനെല്ലി കൃഷ്ണൻ വൈദ്യരും. ആയുർവേദ പഠനമൊക്കെ നടത്തിയിട്ടുള്ള 2 യുവാക്കളായിരുന്നു അവർ. പെരുനെല്ലി കൃഷ്ണൻ വൈദ്യരും വെളുത്തേരി കേശവൻ വൈദ്യരും. ഇവരുമായി വളരെ നല്ല ഒരു ബന്ധം ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുവും പുലർത്തിയിരുന്നു. പലപ്പോഴും അവർ ഒരുമിച്ച് കൂടുന്നത് ഈ 2 യുവാക്കളിൽ ആരുടെയെങ്കിലും ഒരാളുടെ വസതിയിലായിരിക്കും. ഈ യുവാക്കൾക്കുള്ളൊരു പ്രത്യേകത, അന്നത്തെ കാലത്ത് നായർ സമുദായക്കാരനായ ചട്ടമ്പിസ്വാമികൾ ഈഴവ ഭവനത്തിൽ താമസിക്കുന്നത് അന്നത്തെ മതമേധാവികൾക്ക് ഒട്ടും രസിച്ചിരുന്നില്ല. ഈ 2 യുവാക്കളും വൈദ്യന്മാരായിരുന്നെങ്കിൽ തന്നെയും അവർ ഈഴവ സമുദായക്കാരായിരുന്നു. അങ്ങനെ ഇരിക്കെ ജാതിക്കോമരങ്ങൾ ഒരുപാട് മുറുമുറുപ്പുകളും
പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചു വന്നിരുന്നു. എങ്കിലും ചട്ടമ്പി സ്വാമികളുടെ അടുത്ത് അതൊന്നും വില പോയില്ല. ചട്ടമ്പി സ്വാമികളും കൃഷ്ണൻ വൈദ്യരും കേശവൻ വൈദ്യരും ശ്രീനാരായണ ഗുരുവും ഇവരെല്ലാം ചേർന്ന ഒരു വിദ്യുൽ സദസ്സ് പലപ്പോഴും കൂടിയിരുന്നു. അവരവിടെ ആശയവിനിമയം നടത്തിയും ഗുസ്തി അഭ്യസിച്ചും കവിത എഴുതിയും എല്ലാം വളരെ സന്തോഷകരമായി കുറച്ചു കാലങ്ങൾ അവിടെ ചിലവഴിച്ചു. നമ്മുടെ ഇന്നത്തെ പാഠഭാഗം 3ഉം 4ഉമായിരുന്നു. അതിവിടെ അവസാനിക്കുന്നു. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പാഠങ്ങൾക്കായി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.